ലോക ഫുട്ബോളിലെ അതികായന്മാർ. ഇതുവരെ നടന്ന എല്ലാ ലോകകപ്പുകളിലും കളിച്ച ഒരേ ഒരു ടീം. ഏറ്റവും കൂടുതൽ ലോക കിരീടങ്ങൾ ഏറ്റുവാങ്ങിയ ടീം. ഫുട്ബോളിന്റെ പേരിൽ ജനഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയ പേര് ബ്രസീൽ. ജയങ്ങളും കിരീടങ്ങളും മാത്രമല്ല, സുന്ദരമായ ഫുട്ബോൾ. അതാണ് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർക്ക് ബ്രസീൽ. കാണികളെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിക്കുന്ന ആക്രമണ ഫുട്ബോളിന്റെ സുന്ദരഭാവം. ഒരു വല നെയ്യുന്ന പോലെ ചെറു നീക്കങ്ങളുമായി വന്ന് ഗാലറിയെ ആർത്തലക്കുന്ന കടലാക്കി മാറ്റിയ എത്രയോ മത്സരങ്ങൾ. ബ്രസീലിയൻ ജനത മാത്രമല്ല, ആ കാഴ്ചയ്ക്ക് മുന്നിൽ ലോകം മുഴുവൻ കണ്ണെടുക്കാതെ നോക്കി നിൽക്കും ജിങ്ക. അതെ, ജിങ്കയാണ് ബ്രസീലിയൻ ഫുട്ബോളിന്റെ ആത്മാവ്. അസാധ്യമെന്ന് തോന്നിപ്പിക്കും വിധം ശരീരത്തിന്റെ അസാമാന്യമായ മെയ്വഴക്കവും ചലനങ്ങളും കൂട്ടിയിണക്കി ഫുട്ബോളിന്റെ ചതുരക്കളത്തിൽ മഞ്ഞക്കുപ്പായക്കാർ നൃത്തം വയ്ക്കും. സാമ്പാത്താളത്തിൽ അവർ ലയിക്കുമ്പോഴെല്ലാം ലോകമത് വിളിച്ചു പറയും, ജോഗ ബൊണീറ്റോ. അതെ, ദ ബ്യൂട്ടിഫുൾ ഗെയിം. ബ്രസീലിയൻ ഫുട്ബോളേഴ്സിന് മാത്രം അവകാശപ്പെടാനുള്ള അവരുടെ അടയാളമാണ് ജിങ്ക. ആഫ്രിക്കൻ ബ്രസീലിയൻ ആയോധന കലയായ കപ്പോറയിൽ ജിങ്കയുടെ വേരുകൾ കാണാം. അവരെ അതാരും പഠിപ്പിക്കുന്നില്ല. തലമുറകളായി കൈമാറി വരുന്ന ഒരു പാരമ്പര്യ നിധിയാണ് ജിങ്ക. ജനിക്കുന്ന ഓരോ കൊച്ചുകുട്ടിയിലും ജിങ്ക ഒളിഞ്ഞുകിടപ്പുണ്ടാവും. ബ്രസീലിയൻ തെരുവുകളിലൂടെ അവരത് തേച്ചു മിനുക്കും. അങ്ങനെ അത് ലോകവേദികൾ കീഴടക്കും. പെലയിലൂടെ ലോകം ഏറ്റെടുത്ത ജിങ്ക പിന്നീട് മഞ്ഞ ജേഴ്സിയിലെ പല പേരുകളിലൂടെ, പല അക്കങ്ങളിലൂടെ ആരാധകരിലേക്ക് പടർന്നു കയറി. പെലയുടേത് തടുക്കാനാവാത്ത ഒഴുക്കായിരുന്നു. കളിയുടെ വേഗം മനസ്സിലാക്കി കൃത്യമായി പന്ത് മുന്നോട്ട് പ്രവഹിച്ചു. എതിരാളികളുടെ നീക്കം മുൻകൂട്ടി കണ്ട് പൊസിഷനുകൾ മാറി അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. അതിശയിപ്പിക്കുന്ന ബാലൻസിൽ സാമ്പാ താളത്തിൽ ചാലിച്ച ഡ്രിബിളുകളും ഫെയിന്റുകളും. ജിങ്ക ചുവടുകളിൽ കാണികൾ മതിമറന്നു. ഇരു കാലുകൾക്കും നീളവ്യത്യാസവും വളവും ഉണ്ടായിട്ടും ഫുട്ബോൾ കളത്തിലെ മാന്ത്രികൻ എന്നാണ് ഗരീഞ്ച അറിയപ്പെട്ടത്. ശാരീരിക ബുദ്ധിമുട്ടുകളെ പോലും തോൽപ്പിക്കുന്നതായിരുന്നു ഗരീഞ്ചയിൽ കലർന്ന ജിങ്ക. ലോകം കണ്ട ഏറ്റവും മികച്ച ഡ്രിബിളർമാരിൽ ഒരാൾ. വലത് വിങ്ങിലൂടെ എതിരാളികൾക്ക് പിടി നൽകാതെ ആ 5 അടി 6 ഇഞ്ചുകാരൻ കുതിച്ചു. 62 ലോകകപ്പിൽ പെലയുടെ പരിക്കിനാൽ ബ്രസീൽ പകച്ചു നിന്നപ്പോൾ കാനറി പക്ഷികളുടെ പ്രതീക്ഷ അവനിലായിരുന്നു. ഗരീഞ്ചയെ നോക്കി ഇവൻ ഫുട്ബോൾ കളിക്കാൻ പ്രാപ്തനാണോ എന്ന് സംശയം പ്രകടിപ്പിച്ചവരെ പോലും അതിശയിപ്പിച്ച് വിശ്വവേദിയിൽ ഒരിക്കൽ കൂടി അവൻ ബ്രസീലിയൻ പതാക പാറിച്ചു. പിന്നെയും ലോകം ജിങ്ക നിറഞ്ഞ സുന്ദര ഫുട്ബോൾ ആസ്വദിച്ചു. പല രൂപത്തിൽ, പല പേരിൽ. എന്നാൽ ബ്രസീലിയൻ പതാക പതിച്ച ആ മഞ്ഞ കുപ്പായത്തിന് മാറ്റമില്ലായിരുന്നു. സീക്കോയും റൊണാൾഡീനോയും കടന്ന് ആ DNA ഇന്ന് നെയ്മറിലും വിനീഷ്യസിലും എൻട്രീക്കിയിലും എത്തി നിൽക്കുന്നു. കൗണ്ടർ പ്രസിംഗും ലോ ബ്ലോക്ക് ഡിഫൻഡിങ്ങും ഹൈ ബോൾ ഉപയോഗിച്ചുള്ള യൂറോപ്യൻ സ്റ്റൈലുമെല്ലാം ഇന്നത്തെ ആധുനിക ഫുട്ബോളിൽ ഉണ്ടെങ്കിലും ജിങ്കയിലൂടെ പിറക്കുന്ന സുന്ദര ഫുട്ബോളിന്റെ ഫാൻ ബേസ് അതൊന്നു വേറെ തന്നെയാണ്. ടിക്കി ടാക്ക് പോലെ പന്ത് കൈമാറൽ മാത്രമല്ല, പന്തുമായി വിസ്മയിപ്പിച്ച് മുന്നേറുക. എതിരാളികളുടെ വലയിൽ പന്ത് വിശ്രമിക്കുമ്പോൾ ബ്രസീലിയൻ തെരുവുകൾ മാത്രമല്ല, ലോകം മുഴുവൻ സാമ്പാ താളത്തിൽ നൃത്തം ചവിട്ടും.